വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. 2 സവോള, 2 തക്കാളി, 3 പച്ചമുളക് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പെടുക്കാം. ഞാനൊരു ചട്ടിയൊക്കെ എടുത്ത് വെച്ചു. ഈ കപ്പിന് 1 കപ്പ് മസൂർ ഡാലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 വെള്ളം നല്ലതുപോലെ കൈവച്ച് ഞെരടി കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ട് എളുപ്പം വേകാൻ വേണ്ടിയിട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു. അത് അടുപ്പത്തേക്ക് വെച്ചു. അവിടെ നിന്ന് അത് വേകട്ടെ. വേകുന്ന സമയം കൊണ്ട് നമുക്കിനി വെണ്ടയ്ക്കായും തക്കാളിയും സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണേ. ഞാൻ അത്രയും വെണ്ടയ്ക്ക എടുത്ത് വെച്ചാലും അതെല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നല്ലതുപോലെ വെണ്ടയ്ക്കയൊക്കെ കഴുകിയെടുക്കണം. കഴുകിയിട്ട് ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. കടയിൽ ചെല്ലുമ്പോൾ വെണ്ടയ്ക്കയൊക്കെ കാണുമ്പോഴത്തേനും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒടിച്ച് നോക്കണം. അപ്പോൾ അറിയാതെ മുറ്റിയതാണോ പിഞ്ചാണോ എന്ന് പിഞ്ച് നോക്കി എടുക്കണേ. മുറ്റിയതാണെങ്കിൽ കൊള്ളത്തില്ല. പച്ചമുളകൊക്കെ ഒന്ന് അതിലേക്കൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള കൂടി ഒന്ന് മുറിച്ചിടാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയേ. ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് മുറിച്ചിട്ട് കൊടുത്താൽ മതി. മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ തക്കാളിയും കൂടെ ഒന്ന് മുറിച്ചിടാം. നല്ല പുളിയുള്ള തക്കാളിയാണേ. തക്കാളി ഇട്ട് കൊടുത്തിട്ട് പുളി കുറവുണ്ടെങ്കിൽ അതിന് ബാക്കി വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്താൽ മതി. ഞാൻ കഷ്ണമെല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടിയുടെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടോ ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് നോക്കാം. നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട് പരിപ്പൊക്കെ. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്. ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തവി വെച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്നൊന്ന് വേകട്ടെ. തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് മൂടിയെടുത്ത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പാറൊക്കെ നല്ലതുപോലെ തിളച്ച് ഒരു 3/4 വേഗമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടച്ച് വയ്ക്കാം. അവിടെ നിന്ന് വേകട്ടെ. ഞാനിനി കടുക് താളിക്കാനായിട്ട് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ നല്ല റെഡിയായിട്ട് കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. ഞാനിതിൽ വേറെ സാമ്പാർ പൊടിയോ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല. നമുക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും പുളിയും കായവും ഉലുവയൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കായത്തിൻ്റെ ഇത്തിരി കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ്. ഇനി നമുക്ക് അതൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം ഒരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കടുക് താളിക്കണം. അതിലേക്ക് നമുക്ക് പാനൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കടുകും വറ്റൽമുളകും ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങ് കരിഞ്ഞു പോകും, ഒരു സൈഡ് മൂക്കത്തുമില്ല. ഏകദേശം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കടുകൊക്കെ താളിച്ചത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മൂടിയെടുത്തൊന്ന് അടച്ചു കൊടുക്കാം.
5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടിയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി നോക്കാം. നല്ല മണമാണ്, കായത്തിൻ്റെയും ഉലുവയുടെയൊക്കെ നല്ല മണമായിട്ട് നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വെണ്ടയ്ക്കായൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.